ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിഷൻ പഠിച്ചു. ഒരു ഹെവിയർ ന്യൂക്ലിയസിനെ ലൈറ്റർ ന്യൂക്ലിയായി സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ ഫിഷൻ എന്ന് പറയും. എന്നാൽ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ രണ്ട് ലൈറ്റർ ന്യൂക്ലിയനെ കമ്പൈൻ ചെയ്തൊരു ഹെവിയർ ന്യൂക്ലിയ ആക്കുന്നതിന് ഫ്യൂഷൻ എന്ന് പറയാം. ഫ്യൂസ് ചെയ്യുക അല്ലെ, കൂടിച്ചേരുക. അതിനകത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബൈൻഡിങ് എനർജി കർവ് പ്രകാരം രണ്ട് ലൈറ്റർ ന്യൂക്ലിയ ആണെങ്കിൽ അവർക്ക് നമ്മുടെ ബൈൻഡിങ് എനർജി എന്തായിരിക്കും? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവായിരിക്കും. എന്നാൽ അത് രണ്ടും കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ഹെവിയർ എലമെൻറ്റിന് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലായിരിക്കും. അത്തരത്തിൽ ആ കൂടുതലായിട്ട് വരുന്ന എനർജി അവിടെ എന്ത് ചെയ്യുന്നു? നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഫ്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഈ ഫ്യൂഷൻ എന്ന് പറഞ്ഞത് എന്താ പറയുക, ഫിഷൻ പോലെ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഫിഷൻ നമ്മൾ പറഞ്ഞു, യുറാനിയം 238 ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു സ്ലോ ന്യൂട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫിഷൻ സംഭവിക്കും എന്ന് പറഞ്ഞു. അതുപോലെ അത്ര സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമല്ല ഫ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് തമ്മിൽ അടുത്ത് വരുന്ന രണ്ട് ആറ്റോമിക് ന്യൂക്ലിയാണ്. രണ്ട് ന്യൂക്ലിയ അടുത്ത് വന്നിട്ട് അത് ഹെവിയർ ന്യൂക്ലിയ മാറുകയാണല്ലോ. അപ്പോൾ ഈ അടുത്ത് വരുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും? അവരുടെ ആ ഒരു കൂളംബിക് റിപ്പൾഷൻ ഉണ്ടാവും അല്ലേ. അവർ രണ്ടും ന്യൂക്ലിയസ് അല്ലേ, രണ്ടും പോസിറ്റീവ്ലി ചാർജ്ഡാണ്, അതും ഹൈലി പോസിറ്റീവ്ലി ചാർജ്ഡാണ്. അവർ അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? നല്ലൊരു റിപ്പൾഷൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പരസ്പരം ഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം? അങ്ങനെ ഫ്യൂസ് ആവണമെങ്കിൽ അവർ തമ്മിൽ ഫ്രീക്വൻറ്റ് കൊളീഷൻ നടക്കണം, ഹൈ ടെമ്പറേച്ചർ വേണം, ഹൈ കൈനറ്റിക് എനർജി വേണം. ഇങ്ങനെ പല കണ്ടീഷൻസും അവിടെ മീറ്റ് ചെയ്യണം. അത്തരം ഒരു കണ്ടീഷൻ ഉണ്ടാവുക എവിടെ മാത്രമാണ്? സണ്ണ് പോലത്തെ, സ്റ്റാറുകൾ പോലത്തെ സ്ഥലങ്ങളിൽ മാത്രമേ അത്തരം ഒരു കണ്ടീഷൻ ഉണ്ടാവുള്ളൂ. ഹൈ ടെമ്പറേച്ചർ വേണം, ഹൈ കൈനറ്റിക് എനർജി വേണം. അതുപോലെ ഉള്ള കണ്ടീഷൻസൊക്കെ എവിടെ ഉണ്ടാവുള്ളൂ? ഈ പറഞ്ഞ സ്ഥലത്തേ ഉണ്ടാവുള്ളൂ അല്ലേ. അത്തരത്തിലുള്ളൊരു മീഡിയത്തിന് പറയുന്ന പേരാണ് പ്ലാസ്മ. എന്താ പറയുക? പ്ലാസ്മ. ഓക്കെ, അപ്പോൾ ഈ പ്ലാസ്മയുടെ പ്രത്യേകത എന്താണ്? ഒന്നവിടെ 10⁸ കെൽവിൻ റേഞ്ചിലൊക്കെ ടെമ്പറേച്ചർ ഉണ്ടാവണം. മറ്റൊന്നെന്താണ്? അവിടെ ഈ തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് തമ്മിൽ ഭയങ്കര ഹൈ കൈനറ്റിക് എനർജി വേണം. ഇതൊക്കെ അച്ചീവ് ചെയ്യുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ പ്ലാസ്മയിലാണ്. തന്നെയല്ല, ഇത് ഫ്രീക്വൻ്റ് ആയിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്യണം. അതിലേതെങ്കിലും ഒരു കൊളീഷനൊക്കെ ശരിക്കും സംഭവിച്ചിട്ട് ഫ്യൂഷൻ നടക്കുകയുള്ളൂ അല്ലേ. അതാണ് പ്ലാസ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്മയിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അത്തരത്തിൽ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ ഹൈ കൈനറ്റിക് എനർജി നടക്കുന്ന റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് തെർമോന്യൂക്ലിയർ റിയാക്ഷൻസ്. എന്താ പറയുക? തെർമോന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയും അല്ലേ. അപ്പോൾ എന്താണ് പ്ലാസ്മ എന്നും പറഞ്ഞു, എന്താണ് തെർമോന്യൂക്ലിയർ റിയാക്ഷൻസ് എന്നും പറഞ്ഞു അല്ലേ. അങ്ങനെ പറഞ്ഞു. ഇനി സണ്ണ് പോലത്തെ സ്റ്റാർസ് പലതരത്തിലുണ്ട്. സണ്ണ് പോലുള്ള സ്റ്റാറുകളിലൊക്കെ ഈ പറഞ്ഞ മെയിൻലി ഹൈഡ്രജനാണ് ഫ്യൂസ് ചെയ്യുന്നത് അല്ലേ. ഹൈഡ്രജൻ അല്ലെങ്കിൽ പ്രോട്ടോൺ ആണ് എന്ത് ചെയ്യുന്നത്? തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഹീലിയം ആയി മാറുന്നത്. ഓക്കെ, ഹെവിയർ എലിമെൻറ്റ്സിലാണെച്ചാൽ കാർബൺ സൈക്കിളൊക്കെയാണ് നടക്കുന്നത്. അപ്പം സണ്ണിൻ്റെ ആദ്യം പറയാം. സണ്ണിനകത്ത് നടക്കുന്നത് പ്രോട്ടോൺ സൈക്കിൾ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്, ഒരു ഫ്യൂഷൻ പ്രോസസ്സാണ്. എന്തുകൊണ്ടാണ് ഇതിനെ സൈക്കിൾ എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, തുടക്കത്തിലുണ്ടായിരുന്ന റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്ട്സിലും എന്ത് ചെയ്യുന്നു? അതേ റിയാക്റ്റൻസ് ഉണ്ടായി വരുന്നു. ഇപ്പോൾ പ്രോട്ടോൺ തമ്മിൽ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഹീലിയൊക്കെ ഉണ്ടായിട്ട് പിന്നെ പ്രൊഡക്ട്സിലും എന്തുണ്ടാകുന്നു? പ്രോട്ടോൺ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇതിനെ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ കാർബൺ സൈക്കിൾ ആകുമ്പോഴോ അവിടെ കാർബൺ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സണ്ണിനകത്തുള്ള ഈ പറഞ്ഞ പ്രോട്ടോൺ സൈക്കിൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രോട്ടോൺ സൈക്കിൾ എന്താണെന്ന് നോക്കാം. അതിനകത്ത് എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ആദ്യം രണ്ട് ഹൈഡ്രജൻ ആറ്റം ചേർന്നിട്ട്, രണ്ട് ഹൈഡ്രജൻ ആറ്റം 1H1 + 1H1 അത് ചേർന്നിട്ടുണ്ടാവും ഒരു ഡ്യൂട്ടീരിയം ആവും അല്ലേ. 1H2 എന്ന് പറഞ്ഞൊരു ഡ്യൂട്ടീരിയം ആവും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണും ഒരു ന്യൂട്രിനോയും റിലീസാവും. ഓക്കെ, ന്യൂട്രിനോ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള ചാർജ് ഇല്ലാത്തൊരു ന്യൂട്രൽ പാർട്ടിക്കിളാണ് ന്യൂട്രിനോ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഇതെന്ത് ചെയ്യും? 2 തവണ ഇത്തരം റിയാക്ഷൻസ് നടക്കും അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ കൂടി ചേർന്ന് ഡ്യൂട്ടീരിയം ഉണ്ടാകുന്ന പ്രോസസ്സ് 2 സെപ്പറേറ്റ് ആളുകളായിട്ട് നടക്കും അല്ലേ. എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ചേർന്നിട്ട് ഒരു ഡ്യൂട്ടീരിയം ആവും, വേറെ 2 ഹൈഡ്രജൻ ചേർന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഡ്യൂട്ടീരിയം ആവും അല്ലേ. അങ്ങനെ ഉണ്ടാവും അല്ലേ. ഇനി മറ്റൊരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇതിലുണ്ടായ ഒരു ഡ്യൂട്ടീരിയവുമായിട്ട് എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്തിട്ട് അവിടെ ട്രിഷ്യം എന്ന് പറഞ്ഞ ആളുണ്ടാവും അല്ലേ. എന്താ ഉണ്ടാവുക? 1H3 ഉണ്ടാവും അല്ലേ. എന്താ ഉണ്ടാവുക? ഇവിടെ ഹീലിയം 2 3 ആണ് ഉണ്ടാവുക. ഓക്കെ,
ഓക്കെ, ഹീലിയം 2 3 ഉണ്ടാവുക. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഡ്യൂട്ടീരിയം ഉണ്ടായി കഴിഞ്ഞല്ലോ, ആ ഡ്യൂട്ടീരിയവുമായിട്ട് ഒരു ഹൈഡ്രജൻ കൂടെ കൂടിച്ചേർന്നിട്ട് അവിടെ എന്തുണ്ടാവും, ഹീലിയം ഐസോട്ടോപ്പായ ഹീലിയം 2 3 ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു ഗാമ പാർട്ടിക്കിളും അവിടെ എമിറ്റ് ആവും. ഈ ഒരു പ്രോസസ്സും 2 തവണ നടക്കും. ഓക്കെ, ഇനി ഇത്തരം 2 പ്രോസസ്സിലുണ്ടായ 2 ഹീലിയം ഐസോട്ടോപ്പുകളായ ഹീലിയം 2 3 ഉണ്ടല്ലോ, അത് ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ ഹീലിയം 2 3യും ഹീലിയം 2 3യും ചേർന്നിട്ട് എന്തുണ്ടാവും, അവിടെ ഹീലിയം 2 4ഉം കൂട്ടത്തിൽ എന്തുണ്ടാവും, 2 ഹൈഡ്രജനും ഉണ്ടാവും. ഇതിനെയാണ് എന്ത് പറയുന്നത്, പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടോ, ഇവിടെ ഈ പ്രോസസ്സിൽ എന്തുണ്ട്, 2 പ്രോട്ടോൺ തന്നെയാണ് ശരിക്കും ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ അല്ലേ. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോട്ടോണും പുറത്ത് ഒരു ഇലക്ട്രോണും, ഇതല്ല ഹൈഡ്രജൻ ആറ്റം അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നേ ഹൈഡ്രജൻ എന്ന് പറയാൻ അല്ലെങ്കിൽ പ്രോട്ടോൺ എന്ന് പറയാം, ഇപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ 2 പ്രോട്ടോൺ അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ ചേർന്നാണ് റിയാക്ഷൻ തുടങ്ങി വെക്കുന്നത്. എൻഡിലും എന്തുണ്ട്, ഇതുപോലെ 2 ഹൈഡ്രജൻ അല്ലെങ്കിൽ 2 പ്രോട്ടോൺ ബാക്കിയാവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ആദ്യം 2 ഹൈഡ്രജൻ ചേർന്നിട്ടൊരു ഡ്യൂട്ടീരിയം ഉണ്ടാകുന്നു, അത് 2 തവണ നടക്കുന്നു. അതുപോലെ ഈ ഹൈഡ്രജനും ഡ്യൂട്ടീരിയം ചേർന്നിട്ട് ഹീലിയത്തിൻ്റെ ഐസോട്ടോപ്പ് ഉണ്ടാകുന്നു, അതും 2 തവണ നടക്കുന്നു. എന്നിട്ട് ഇത്തരത്തിലുള്ള 2 പേര് ചേർന്നിട്ട് എന്തുണ്ടാകുന്നു, ഒരു ഡ്യൂട്ടീരിയം ഉണ്ടാകുന്നു അല്ലേ. ഈ പ്രോസസ്സിനെ നമുക്ക് എന്താ പറയുക, ഒരു സൈക്ലിക് രൂപത്തിൽ മറ്റൊരു രീതിയിലും എഴുതാം. അപ്പോൾ അത് ഞാനിവിടെ റൈറ്റ് സൈഡിൽ കാണിക്കാം. ഓക്കെ, ഇതിനെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്കൊരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണിത്, ഒരു പ്രോട്ടോൺ അല്ലേ, അതെന്ത് ചെയ്യുന്നു, മറ്റൊരു പ്രോട്ടോണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലേ. ഇതിനെന്താ പറയാം, ഹൈഡ്രജൻ എന്നും പറയാം അല്ലേ, 1H1 എന്നും പറയാം, അല്ലെങ്കിൽ ഇതിനെ 1H1 എന്നും പറയാം. അത് ചേർന്ന് എന്തുണ്ടാവുന്നു, ഇവിടെ ഒരു ഡ്യൂട്ടീരിയം ഉണ്ടാകുന്നു അല്ലേ. ഇതിനെന്ത് പറയാം, 1H2 എന്ന് പറയാം അല്ലേ. അത് പറയും. ഈ പ്രോസസ്സ് 2 തവണ നടക്കുന്നില്ലേ, അതുകൊണ്ട് ഞാനിവിടെ താഴെയും ഒരു പ്രോട്ടോണും അതുപോലെ മറ്റൊരു പ്രോട്ടോണും ചേർന്നിട്ട് എന്തായി മാറുന്നു, ഒരു ഡ്യൂട്ടീരിയമായി മാറുന്നു അല്ലേ. ഇങ്ങനെ എഴുതി ആണല്ലോ. ഓക്കെ, ഈ കൂട്ടത്തിൽ ഇവിടെ നടക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ റിലീസ് ആകുന്നില്ലേ, ആ ഇലക്ട്രോണിനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കാണിച്ചു അല്ലേ. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രോണിനെ കാണിച്ചു അല്ലേ, അതുണ്ടായി അല്ലേ. ഇങ്ങനെ ഇനി എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇവിടെ 1H2 ഉണ്ടായി. ഇനി അതും വീണ്ടും എന്ത് ചെയ്യും, മറ്റൊരു ഹൈഡ്രജനുമായിട്ട് മറ്റൊരു പ്രോട്ടോണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അത് എനിക്ക് എങ്ങനെ കാണിക്കാം, ഇവിടെ ഡ്യൂട്ടീരിയം ഉണ്ടായി, ഇവിടെ ഡ്യൂട്ടീരിയം ഉണ്ടായി. അപ്പോൾ ഈ ഡ്യൂട്ടീരിയമായിട്ട് മറ്റൊരു പ്രോട്ടോൺ എന്ത് ചെയ്യണം, റിയാക്ട് ചെയ്യണം. ഇതിനൊക്കെ കാണിക്കാം 1H1 എന്നും കാണിക്കാം അല്ലേ. അതുപോലെ ഇവിടെ ഉണ്ടായ ഈ ഡ്യൂട്ടീരിയവുമായിട്ടും എന്ത് ചെയ്യണം, ഒരു പ്രോട്ടോൺ റിയാക്ട് ചെയ്യണം. ഇതിനെ എനിക്ക് എങ്ങനെ കാണിക്കാം, 1H1 എന്ന് കാണിക്കാം അല്ലേ. പറഞ്ഞത് ക്ലിയർ അല്ലേ. പ്രോട്ടോണും ചേർന്ന് ഡ്യൂട്ടീരിയവും ഇലക്ട്രോൺ ഉണ്ടായി, പ്രോട്ടോണും ചേർന്ന് ഡ്യൂട്ടീരിയം ഇലക്ട്രോൺ ഉണ്ടായി. ഈ ഡ്യൂട്ടീരിയമായിട്ട് മറ്റൊരു പ്രോട്ടോൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നു, ഈ ഡ്യൂട്ടീരിയമായിട്ട് മറ്റൊരു പ്രോട്ടോൺ എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താ ഉണ്ടാകുന്നത്, അവിടെ നമുക്ക് ഈ പറഞ്ഞ ഹീലിയം 2 3 ഉണ്ടാകുന്നു അല്ലേ, ഹീലിയം 2 3 ഉണ്ടാകുന്നു. അതുപോലെ ഇവർ റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാകുന്നു, ഒരു ഹീലിയം 2 3 ഉണ്ടാകുന്നു അല്ലേ. ഇതെല്ലാം ഉണ്ടാകുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഗാമ റേഡിയേഷൻ വരുന്നുണ്ട്, അത് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇനി എന്താ സംഭവിക്കുന്നത്, ഇവർ 2 പേരും ഇയാളും കൂടെ കമ്പൈൻ ചെയ്യുന്നു അല്ലേ. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് അവിടെ എന്തുണ്ടാകുന്നു, ഇവിടെ ഹീലിയം 2 4 എന്ന് പറഞ്ഞ ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു, 2 പ്രോട്ടോൺ റിലീസാവുന്നു അല്ലേ, 2 പ്രോട്ടോൺ അവിടെ റിലീസാവുന്നു. ഇതിനൊക്കെ കാണിക്കാം 1H1 എന്ന് കാണിക്കാം, ഇതിനെയും 1H1 എന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ കാണിച്ച റിയാക്ഷൻ എനിക്ക് ഡയഗ്രാമാറ്റിക്കലി അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് പ്രോട്ടോൺ സൈക്കിൾ എന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ ഇത് വരക്കാം അല്ലെങ്കിൽ ഇത് വരക്കാം കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് അതുപോലെ നമുക്ക് കാണിച്ചു കൊടുക്കാമെന്നുള്ളതാണ് അല്ലേ. ഇതാണെന്ത് നമ്മുടെ പ്രോട്ടോൺ സൈക്കിൾ വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ സ്റ്റാർസ് ലൈക്ക് സണ്ണ് പോലത്തെ സ്റ്റാറുകളിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇത് അല്ലേ. ഇനി ഇതിങ്ങനെ ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാവും, ഹീലിയം എങ്ങനെ ഉണ്ടാവും അല്ലേ, ഒരുപാട് ഹീലിയം ഉണ്ടാവും അല്ല. ഇപ്പോൾ സണ്ണിനകത്ത് എന്താണ്, ഒരുപാട് ഹീലിയം ഉണ്ട് അല്ലേ. ഇതിങ്ങനെ അബണ്ടൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, പിന്നെ ഹീലിയത്തിൻ്റെ ഫ്യൂഷൻ നടക്കാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഹീലിയം ഫ്യൂസ് ചെയ്ത് പിന്നെ ഹയർ എലിമെൻറ്റ്സ് ഉണ്ടാവും, അത് ഫ്യൂസ് ചെയ്ത് പിന്നെ അതിലേറെ ഹയർ എലിമെൻറ്റ്സ് ഉണ്ടാവും. അങ്ങനെ സ്റ്റാറിൻ്റെ ഏജിങ് ഒക്കെ മറ്റൊരു ബ്രാഞ്ചാണ്, അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല അല്ലേ. ഇനി
ഒരു സ്റ്റാറിനകത്തുള്ള എല്ലാ ഹൈഡ്രജനും ഇതുപോലെ ഹീലിയം ആയി കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും, ഹീലിയം റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഹീലിയം കുറച്ചുകൂടെ ഡെൻസറാണ്, അപ്പോൾ സ്റ്റാർ കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഹയർ എലിമെൻറ്റ്സ് ഒക്കെ ആയിട്ട് പോകും. ഓക്കെ, അങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതിനകത്ത് ഇനി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ 10⁸ കെൽവിൻ്റെ ഒക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹീലിയം ഫ്യൂഷൻ തുടങ്ങും അല്ലേ. അവിടെ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവിടെ ഈ ഒരു പ്രോസസ്സാണ് നടക്കുക. ആൽഫ പാർട്ടിക്കിൾസ് ചേർന്നിട്ട് 3 ആൽഫ പാർട്ടിക്കിൾ ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ ഹീലിയം 24. ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് തന്നെയാണ് ഹീലിയം കേട്ടോ. ഹീലിയം 24 ന്യൂക്ലിയസിനെ പറയുന്ന പേര് തന്നെയാണ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ഇത്തരത്തിൽ 3 ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഹീലിയം 24 ചേർന്നിട്ട് എന്തായി മാറും? ജസ്റ്റ് നോക്കിയാൽ മതി. 2, 4, 6 ഇട്ടതിൻ്റെ പേരെന്താ? കാർബൺ. 4, 8, 12 കാർബൺ 612 ഉണ്ടാവും അല്ലേ. ഇങ്ങനെയാണ് കാർബൺ ഉണ്ടാവുന്നത് അല്ലേ. അതേസമയം ഹെവി സ്റ്റാർസിൽ അതിൻ്റെ കോർ ടെമ്പറേച്ചർ സണ്ണിനേക്കാളൊക്കെ ഒരുപാട് ഹൈ ആയിട്ടുള്ള സ്റ്റാർസിനകത്ത് അവിടെ കാർബൺ സൈക്കിളാണ് നടക്കുക. നമ്മളിപ്പോൾ പ്രോട്ടോൺ സൈക്കിൾ എന്ന് പറഞ്ഞില്ലേ, അതിന് പകരമായിട്ട് ഹെവിയർ സ്റ്റാർസിൽ എന്താ നടക്കുക? കാർബൺ സൈക്കിളാണ് നടക്കുന്നത്. ആ കാർബൺ സൈക്കിൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഇതൊക്കെ ചോദിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മറിച്ച് നോക്കുക. ഞാൻ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, ഞാനത് അത്ര കെയർ ചെയ്തിട്ടില്ല. ഒന്ന് നോക്കുക കേട്ടോ, ഈ ഒരു ഭാഗം വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് എന്താണ് കാർബൺ സൈക്കിളിൽ എന്താ സംഭവിക്കുക? കാർബൺ 612 എന്ന് പറഞ്ഞ ആളുമായിട്ട് എന്ത് ചെയ്യും? ഒരു പ്രോട്ടോൺ അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാവും? നൈട്രജൻ 713 പ്ലസ് ഒരു ഗാമ പാർട്ടിക്കിൾ ഉണ്ടാവും അല്ലേ. 6, 1, 7, 12, 1, 13 അങ്ങനെ ഉണ്ടാവും. അതിൻ്റെ കൂടെ എനർജി എന്നുള്ളതൊക്കെ ഗാമ റേഡിയേഷനും പുറത്തേക്ക് വരും അല്ലേ. ഇനി ഈ ഉണ്ടായിട്ടുള്ള നൈട്രജൻ 713 അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യും? ഈ നൈട്രജൻ 713 എന്ത് ചെയ്യും? ബീറ്റാ ഡി കെ നടത്തും കേട്ടോ. ബീറ്റാ ഡി കെ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. അത് പഠിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ സിമ്പിളാകും. ഇപ്പോൾ ഇത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ബീറ്റാ ഡി കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എളുപ്പമാണ് അല്ലേ. ഈ നൈട്രജൻ ബീറ്റാ ഡി കെ നടത്തി കഴിഞ്ഞാൽ എന്താവും? ഇവിടെ കാർബൺ 613 പ്ലസ് ഒരു ഈ ഇലക്ട്രോണും പ്ലസ് ഒരു ന്യൂട്രിനോ ഉണ്ടാവും അല്ലേ. ഇതിനാണ് എന്ത് പറയാം? ബീറ്റാ ഡി കെ എന്ന് പറയാം. അപ്പോൾ നൈട്രജൻ 713 എന്താവും? കാർബൺ 613 ഇതുവും അല്ലേ. ഇനി വീണ്ടും എന്ത് ചെയ്യും? ഈ പറഞ്ഞ കാർബൺ 613 മറ്റൊരു ഹൈഡ്രജനും റിയാക്ട് ചെയ്യും അല്ലേ. കാർബൺ 613 മറ്റൊരു ഹൈഡ്രജനും റിയാക്ട് ചെയ്തിട്ട് എന്താവും? നൈട്രജൻ 714 ആവും അല്ലേ. കണ്ടോ, ഇവിടെ നൈട്രജൻ 713 ആയിരുന്നു. ഇത് റേഡിയോ ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ ജസ്റ്റ് ബീറ്റാ ഡി കെ മാത്രമേ നടത്തുള്ളൂ. ഇനി അത് ബീറ്റാ ഡി കെ നടത്തിയിട്ട് കാർബൺ 13 ഉണ്ടായതുമായിട്ട് വീണ്ടും ഒരു ഹൈഡ്രജൻ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ നൈട്രജൻ 714 ആവും അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡിനറി നൈട്രജൻ ആവും. നൈട്രജൻ 714 ആവും. ഓക്കെ, ഇനി ഈ പറഞ്ഞ നൈട്രജൻ 714 വീണ്ടും എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ റിയാക്ട് ചെയ്യും. നൈട്രജൻ 714 ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓക്സിജൻ 815 ഉണ്ടാവും അല്ലേ. 14, 1, 15, 1, 7, 8 ഓക്സിജൻ 815 ഉണ്ടാവും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഒരു ഗാമ പാർട്ടിക്കിളും എമിറ്റ് ചെയ്യപ്പെടും അല്ലേ. ഇനി ഈ ഓക്സിജൻ 815 വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു ബീറ്റാ ഡി കെ നടത്തുന്നു. ഓക്സിജൻ 815 എന്ത് ചെയ്യുന്നു? ബീറ്റാ ഡി കെ നടത്തുന്നു. ഓക്സിജൻ 815 ബീറ്റാ ഡി കെ നടത്തി കഴിഞ്ഞാൽ എന്താണാവുക? നൈട്രജൻ 715 ഉണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ, ബീറ്റാ ഡി കെ പറഞ്ഞാലേ നമുക്ക് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ എന്തുണ്ടാവും? ഒരു ന്യൂട്രിനോ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ നൈട്രജൻ 715 വീണ്ടും എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാവും? കാർബൺ 612 പ്ലസ് എന്തുണ്ടാവും? ബാക്കി എത്ര ഉള്ളത്? ഇവിടെ 15, 1, 16, 16, 12 കുറച്ചാൽ ബാക്കി 4. അപ്പോൾ ആരുണ്ടാവുക? ഹീലിയം 24 ഉണ്ടാവും അല്ലേ. ഇത് 6, 7, 1, 8, ഇത് 6, 2, 8 അല്ലേ. അതെപ്പോഴും മാച്ച് ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാർബൺ പ്രൊഡക്റ്റിൽ റിയാക്റ്റൻസിൽ എന്തുണ്ട്? കാർബൺ 612 ഉണ്ട്. അതുപോലെ എല്ലാം കഴിഞ്ഞ് ഫൈനൽ പ്രൊഡക്റ്റിൽ എന്തുണ്ട്? നമ്മുടെ കാർബൺ 612 ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്യുന്നുണ്ട്? എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഗാമ ഡി കെ അല്ലെങ്കിൽ ബീറ്റാ ഡി കെ എന്നൊക്കെ പറഞ്ഞാൽ തന്നെയാണ് എനർജി റിലീഷൻ തന്നെയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? എനർജി അങ്ങനെ റിലീസ് ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കുക. ഇൻ കേസ് ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? ഫോർമുലാസ് ഒന്ന് റിമെമ്പർ ചെയ്യുക കേട്ടോ. അത്രയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അതാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. എന്താണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്?
ഓക്കെ, ഈ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുമ്പം ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടറിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്യൂഷൻ റിയാക്ടേഴ്സ് നമ്മളിതുവരെ എന്താ പറയുക പ്രായോഗികമായിട്ട് കണ്ടെത്തിയിട്ടില്ല കേട്ടോ. അത് ബോംബിലൊക്കെ ഉപയോഗിച്ചെന്നല്ലാതെ ഫ്യൂഷൻ പ്രാക്ടിക്കലി ഭയങ്കര ഇമ്പോസിബിളാണ്. ഭയങ്കര സണ്ണിൻ്റെ ടെമ്പറേച്ചറൊക്കെ അച്ചീവ് ചെയ്യണം. അതൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് ഫ്യൂഷൻ നടന്നിട്ടില്ല. എന്നാൽ ഫിഷൻ റിയാക്ടേഴ്സ് വ്യാപകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലൊന്നുമില്ല കേട്ടോ. അതേസമയം ഇവിടെ തമിഴ്നാട് കൽപ്പാക്കം, അതുപോലെ നിങ്ങൾ ചെർണോബിലൊക്കെ കേട്ടിട്ടില്ലേ, അവിടെയൊക്കെ എന്താണ് ഈ പറഞ്ഞ സംഭവമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഈ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ യുറാനിയം ഉപയോഗിച്ചിട്ട് എന്താ പറയുക ഫിഷൻ നടത്തിയിട്ട് അതിനകത്തുനിന്ന് എനർജി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. അത് എക്കണോമിക്കലായിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എനർജി റിസോഴ്സിനായിട്ട് ഉപയോഗിക്കുന്ന രീതിയെ പറയുന്നവരാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയർ റിയാക്ഷൻ പ്രോസസ്സിലൂടെ നമുക്ക് എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ എനർജി ഉണ്ടാക്കാൻ പറ്റും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ജസ്റ്റ് 1 ഗ്രാം യുറാനിയം ഉണ്ടെന്ന് കരുതുക. 1 ഗ്രാം യുറാനിയം എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റാണ്? 2600 കിലോഗ്രാം കോള് കത്തിച്ചാൽ കിട്ടുന്ന അത്രയും എനർജിക്ക് ഇക്വലൻ്റാണ് അല്ലേ. 1 മെഗാവാട്ട് എനർജിയൊക്കെയാണ് ഒരു ഇതിന് കിട്ടുക അല്ലേ. കൽക്കരി 2600, അതായത് 2.6 ടൺ കത്തിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 1 ഗ്രാം യുറാനിയത്തിൽ നിന്ന് കിട്ടുന്ന എനർജി കിട്ടുള്ളൂ. അത്രയും സ്ട്രോങ് ആൻഡ് എന്താ പറയുക ഹെവിയാണ് എന്ത് നമ്മുടെ ഈ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഉണ്ടാകുന്നത് അല്ലേ. ഇനി ഈ പിന്നെ റിയാക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? റിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതിനകത്ത് നമ്മൾ ഫ്യൂവൽ ഒരു പിന്നെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള റോഡ്സിലായിട്ടാണ് എന്ത് ചെയ്യുക, U-238 എന്ന് പറഞ്ഞ മെറ്റൽ ഇട്ട് കൊടുക്കുക അല്ലേ. അതിനകത്ത് പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? വേറെ അതിനകത്ത് എന്തുണ്ട്, കൺട്രോൾ റോഡ്സ് ഉണ്ട്, അതുപോലെ മോഡറേറ്റേഴ്സ് ഉണ്ട്, കൂളൻ്റ് ഉണ്ട്, പിന്നെ റിയാക്ടർ വെസലുണ്ട്, അതുപോലെ കൂൾ വാട്ടർ ഇൻലെറ്റ്, ഫ്യൂവൽ റോഡ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ യുറാനിയത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. യുറാനിയം 238 എന്ന് പറഞ്ഞു അല്ലേ. ഈ യുറാനിയം 238 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തല്ല, ഫിഷനബിൾ അല്ല അല്ലേ. ഇതിനെ നമ്മൾ നാച്ചുറൽ യുറാനിയം എന്ന് പറയുക. U-238 എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറൽ യുറാനിയമാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എന്തുണ്ടാവും, U-235 ഉണ്ടാവും. ഇത് തന്നെ നമ്മൾ ശരിക്കും ഫിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. യുറാനിയം, നാച്ചുറൽ യുറാനിയത്തിനകത്ത് U-235 ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഫിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നാച്ചുറൽ യുറാനിയത്തിനകത്ത് എത്ര ഉണ്ടാവുക, 0.7% ഉണ്ടാവുക അല്ലേ. നാച്ചുറൽ യുറാനിയത്തിനകത്ത് ഈ പറഞ്ഞ U-235 വെറും 0.7% ഉണ്ടാവുക. അതുകൊണ്ട് നാച്ചുറൽ യുറാനിയം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ചെറിയ രീതിയിൽ എന്താ പറയുക എഫക്റ്റീവ് അല്ല, എഫിഷ്യൻ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എൻറിച്ച് ചെയ്യും അല്ലേ. എന്താ പറയുക, എൻറിച്ച്ഡ് യുറാനിയം ഉപയോഗിക്കും അല്ലേ. എൻറിച്ച് യുറാനിയത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു 3% എന്ത് ചെയ്യും, ഇത് കൂട്ടും. യുറാനിയം 235നെ അതിൻ്റെ കണ്ടൻറ്റ് 3% എന്ത് ചെയ്യും, യുറാനിയം എൻറിച്ച്മെൻറ്റിലൂടെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും അല്ലേ. അങ്ങനെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എങ്ങനെയെന്ന് ചോദിച്ചാൽ U-235 ഉണ്ട് അല്ലേ. U-235 ഉണ്ട്. ഇതിൻ്റെ എത്രയാണ്, 92 അല്ലേ. ഇത് എന്ത് ചെയ്യുന്നു, ഒരു സ്ലോ ന്യൂട്രോൺ ഇവിടെ ഹിറ്റ് ചെയ്യുന്നു അല്ലേ. ആരാണ്, സ്ലോ ന്യൂട്രോൺ അല്ലേ. സ്ലോ ന്യൂട്രോണ് എന്ത് ചെയ്യുന്നു, ഇതുമായിട്ട് ഹിറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, 2 പ്രൊഡക്ട്സ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. പ്രൊഡക്റ്റ് 1ഉം പ്രൊഡക്റ്റ് 2ഉം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഏകദേശം 2.5 ന്യൂട്രോൺസും വരുന്നുണ്ട്. എന്താണ് 2.5 ന്യൂട്രോൺസ്, 2.5 ന്യൂട്രോൺസ്. 2.5 എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ കണക്ക് പറയാണ്. അപ്പോൾ 2 റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൽ 5 ന്യൂട്രോൺസ് മൊത്തം വരും അല്ലേ. അല്ലാത്തൊരു ന്യൂട്രോൺ 2 ന്യൂട്രോൺ അതിൻ്റെ ഒരു പൊട്ടും അങ്ങനെയല്ല കേട്ടോ. 2 റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് അത്രയും വരും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് അറിയാം ഒരുപാട് ഹീറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്, നല്ല ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഹീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം തിളപ്പിക്കുക. ആ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ആവി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടർബൈനിലൂടെ കൊണ്ടുവന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ടർബൈൻ കറങ്ങും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ബേസിക്
കറണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് ഇമ്മൻസ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വേറൊരു വാട്ടർ പോലുള്ള ഒരു ലിക്വിഡ് ചൂടാക്കാൻ ഉപയോഗിക്കുന്നു. അത് തിളച്ചിട്ട് വരുന്ന ആവി നമ്മൾ ഒരു പൈപ്പിലൂടെ എടുക്കുന്നു. അത് ഭയങ്കര സ്പീഡിൽ വരും. ഇപ്പോൾ കുക്കറിൽ നിന്നൊക്കെ ആവി വരുന്നുണ്ടല്ലേ, അത് നല്ല സ്പീഡുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടർബൈൻ വെച്ച് കൊടുക്കും. അത് കറങ്ങിയിട്ട് ജനറേറ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. എന്നാൽ നമ്മൾ ഈ U-235 നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ 2.5 ന്യൂട്രോൺസ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഒരു U-235 ആറ്റം കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. ഇത് മാത്രം മതി പറഞ്ഞ് വെച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ കുറച്ചെടുക്കും അല്ലേ. ഇപ്പോൾ 1 ഗ്രാമോ 2 ഗ്രാമോ 10 ഗ്രാമോ 100 ഗ്രാമോ ഒക്കെ എടുക്കും. അതിനകത്ത് എന്തുണ്ടാവും, ഇഷ്ടം പോലെ എന്തുണ്ടാവും, യുറാനിയം ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ. ജസ്റ്റ് ഞാൻ പറഞ്ഞു 235 ഗ്രാം എടുത്താൽ തന്നെ ഇതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. അപ്പം ജസ്റ്റ് നമ്മൾ 100 ഗ്രാം എടുത്താൽ തന്നെ ഇഷ്ടം പോലെ എന്തുണ്ടാവും, അതിനകത്ത് ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഈ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഈ 2.5 ന്യൂട്രോൺസിലെ മറ്റൊരാൾ പോയിട്ട് എന്ത് ചെയ്യും, അടുത്ത യുറാനിയമായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ. അതിനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു ചെയിൻ റിയാക്ഷൻ നടന്നിട്ട് അവിടെ എക്സ്പ്ലോഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിവിടെ 3-4 കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന്, നമുക്കെന്ത് വേണം, ഇതിനകത്ത് ഒരു ഇത് പറയാം, കൺട്രോൾ റോഡ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. എന്തുകൊണ്ടേ കൺട്രോൾ റോഡ്. എന്തിനാണ് കൺട്രോൾ റോഡ് ഉപയോഗിക്കുന്നത്? ഇതിനകത്ത് ഈ 2.5 ന്യൂട്രോൺസിലെ ഒരു ന്യൂട്രോൺ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരു റിയാക്ഷനിൽ നിന്നും ആവറേജ് 1.5 ന്യൂട്രോൺസേ പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ റിയാക്ഷനെ കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ റോഡ്സ് ഉപയോഗിക്കും അല്ലേ. കൺട്രോൾ റോഡ്സായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കാഡ്മിയം, അതുപോലെ ബോറോണ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പ്രോസസ്സാണ്. കാഡ്മിയം ബോറോണൊക്കെയാണ് അല്ലേ. ഏതൊക്കെയാണ്? കാഡ്മിയം ബോറോണൊക്കെയാണ് നമ്മൾ കൺട്രോൾ റോഡ്സായിട്ട് ഉപയോഗിക്കുന്നത്. മെയിൻലി കാഡ്മിയമാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അവരെന്താ ചെയ്യുക, കൺട്രോൾ റോഡ്സ് എന്താ ചെയ്യുക, അതിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കാണിച്ചിട്ടുള്ള കൺട്രോൾ റോഡ്സ് എന്താ ചെയ്യുക, അതിനെ ന്യൂട്രോൺസിൻ്റെ എക്സ്ട്രാ എണ്ണത്തിന് പിടിച്ചെടുക്കും. അങ്ങനെ റിയാക്ഷൻ കൺട്രോൾഡ് ആക്കുന്നതുകൊണ്ടാണ് അവരെ കൺട്രോൾ റോഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ആവശ്യം വരുന്നതാണ് മോഡറേഷൻ. ആ മോഡറേഷൻ ചെയ്യുന്ന ആളെ പറയുന്നവരാണ് മോഡറേറ്റർ അല്ലേ. എന്താ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സ്ലോ ന്യൂട്രോൺ വന്നിട്ട് യുറാനിയം 235 ഹിറ്റ് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഫിഷൻ നടക്കുള്ളൂ. അല്ലാതെ ഫാസ്റ്റ് ന്യൂട്രോൺസ് വന്നു കഴിഞ്ഞാൽ എന്ത് നടക്കില്ല, ഫിഷൻ നടക്കില്ല. അതെന്തുകൊണ്ടെന്നുള്ളതിലേക്ക് നമ്മൾ വല്ലാതെ കിടക്കുന്നില്ല. ന്യൂക്ലിയർ റിയാക്ഷനിൽ ക്രോസ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്, ഒരു കൺസെപ്റ്റ് ഉണ്ട്, ക്രോസ് സെക്ഷൻ. അത് എത്ര ഏരിയയിൽ ഹിറ്റ് ചെയ്തു, എങ്ങനെ റിയാക്ഷൻ നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്ന ഒരു സാധനമാണ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്രോസ് സെക്ഷൻ പ്രോപ്പറായിട്ട് കിട്ടിയാൽ മാത്രമേ റിയാക്ഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ അല്ലേ. അത് സ്ലോ ന്യൂട്രോൺസിന് ക്രോസ് സെക്ഷൻ കൂടുതലാണ്, ഫാസ്റ്റ് ന്യൂട്രോൺസിന് ക്രോസ് സെക്ഷൻ കുറവായതുകൊണ്ട് റിയാക്ഷൻ നടക്കില്ല അല്ലേ. അതുകൊണ്ട് ഇവർ 2.5 ന്യൂട്രോൺസ് ആണ്, ഇവർ സ്പീഡിലാണ് പുറത്തേക്ക് വരിക. ആ സ്പീഡിലുള്ള ന്യൂട്രോൺസിനെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്താലേ എന്ത് നടക്കുള്ളൂ, ഫർദർ റിയാക്ഷൻസ് നടക്കുള്ളൂ. അതുകൊണ്ട് അവരുടെ സ്പീഡ് മോഡറേറ്റ് ചെയ്യുന്ന സാധനമാണ് മോഡറേറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഇതിന് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, നമുക്കിവിടെ മോഡറേറ്ററായിട്ട് H2O, നമ്മുടെ സാധാരണ വെള്ളം ഉപയോഗിക്കാം. മറ്റൊന്ന് D2O എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്യൂട്ടീരിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ. H2O എന്താണ്, 1H1 ഓക്സിജനും അല്ലേ. അതേ സ്ഥാനത്ത് 1H2 ഓക്സിജനും ചേർന്നാൽ എന്ന് പറയും ഡ്യൂട്ടീരിയം എന്ന് പറയും, D2O എന്ന് പറയും. ഇതെന്താണ്, H2O എന്ന് പറയും അല്ലേ. അപ്പോൾ അതാണ് എന്ത് ഡ്യൂട്ടീരിയം എന്ന് പറഞ്ഞാൽ. അതുപോലെ ഗ്രാഫൈറ്റും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മോഡറേറ്ററായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഗ്രാഫൈറ്റും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ അല്ലേ. ഇനി മൂന്നാമതായിട്ട് ഇതിനെന്ത് വേണം, കൂളൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം വേണം. എന്താണ് കൂളൻ്റ്? ഈ പ്രോസസ്സിൽ ഇഷ്ടം പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് ചൂട് പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ചൂട് ഉപയോഗിക്കണം, ശരിയാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഇവിടെയാണ് ചൂടാകുന്നതെങ്കിൽ ഈ പൈപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലിക്വിഡ് ഇങ്ങനെ ഒഴുക്കുക. അപ്പോൾ ആ ലിക്വിഡ് ചൂടാകും, അതനുസരിച്ച് ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ചർ വെക്കും, എന്നിട്ട് ഇവിടെയുള്ള വെള്ളത്തിനും ചൂടാക്കും. ആ വെള്ളം ചൂടായത് എന്ത് ചെയ്യും, നമുക്ക് ഹീറ്റായിട്ട് എന്താ പറയുക, അല്ലെങ്കിൽ സ്റ്റീമായിട്ട് എടുത്തിട്ട് അതിനകത്ത് നിന്ന് ടർബൈൻ കറക്കാം. അതേസമയം ഈ ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് കൂളൻ്റ് ഉപയോഗിക്കണം അല്ലേ. അത്തരത്തിൽ ചൂട് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെ പറയുന്ന പേരാണെന്ത്, കൂളൻ്റ് എന്ന് പറയുന്നത്. ഈ കൂളൻ്റായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിക്കാം കേട്ടോ.
ജസ്റ്റ് വെള്ളം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂളൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇത്രയൊക്കെയാണ്. അതുപോലെ പിന്നെ വേറെ ഒന്നുണ്ടാവുന്നതാണ് ഹീറ്റ് എക്സ്ചേഞ്ചറൊക്കെ ഇതിനകത്തുണ്ടാവും കേട്ടോ. ഇത്രയൊക്കെയാണ്. ഇനി അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. അപ്പം മോഡറേറ്റർ ഉണ്ട്, അതുപോലെ ഈ പറഞ്ഞ കൺട്രോൾ റോഡ് ഉണ്ട്, പിന്നെ കൂളൻ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. കൂളൻ്റായിട്ട് നമ്മൾ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുക. അതുപോലെ ഈ പറഞ്ഞ ഹെവി വാട്ടറൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഇതിന് ഈ D2 ഒക്കെ പറയുന്ന മറ്റൊരു പേരാണ് ഹെവി വാട്ടർ. ഇത് സോഫ്റ്റ് വാട്ടർ, ഇത് ഹെവി വാട്ടർ എന്ന് പറയും. ഹാർഡല്ല, ഹെവി വാട്ടർ എന്ന് പറയും കേട്ടോ. ഡ്യൂട്ടീരിയം വെച്ചിട്ടുണ്ടാക്കിയ വെള്ളം അല്ലേ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കൂളൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ മോഡറേറ്ററായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. പിന്നെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉണ്ടായ ചൂട് മറ്റൊരു സ്ഥലത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ എന്താ പറയുക, ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. ചൂട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾ അല്ലേ, അങ്ങനെ പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താണ്, U-238 U-235 എന്ന് പറഞ്ഞ യുറാനിയത്തിൻ്റെ ഐസോട്ടോപ്പിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്, ബ്രീഡർ റിയാക്ടർ. എന്താണ് ബ്രീഡർ റിയാക്ടർ? ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂവൽ കൊടുത്തു, എന്നിട്ട് പിന്നെ നടത്താനുള്ള ഫ്യൂവൽ അതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തതിനേക്കാൾ ഫ്യൂവൽ അതിലുണ്ടായിട്ട് വീണ്ടും റിയാക്ഷൻ ഒരുപാട് നേരത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന റിയാക്ടേഴ്സിനാണ് നമ്മൾ ബ്രീഡർ എന്ന് പറയുക. നല്ല ബ്രീഡ് എന്നൊക്കെ പറയില്ലേ അല്ലേ, കുറേ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ആൾ ബ്രീഡർ എന്ന് പറയില്ലേ, അതുപോലെ അല്ലേ. അപ്പോൾ എന്താ പറയുക, ദ റിയാക്ടേഴ്സ് പ്രൊഡ്യൂസിങ് മോർ ഫ്യൂവൽ ദാൻ ഇറ്റ് കൺസ്യൂംസ്. അവർ കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഫ്യൂവൽ ഉണ്ടാക്കുന്ന റിയാക്ടേഴ്സിനാണ് നമ്മൾ എന്താ പറയുക, ബ്രീഡർ റിയാക്ടേഴ്സ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സിമ്പിൾ കൺസെപ്റ്റ് ഇവിടെ പഠിക്കാം. അതായത് ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ് 92 U-238 ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, U-92-238 ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതുമായിട്ട് ഈ പറഞ്ഞ ഒരു ന്യൂട്രോൺ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് യുറാനിയം 92-239 കിട്ടും അല്ലേ. 92-239 കിട്ടും. ഈ 239 എന്ന് പറയുന്ന ആളെന്താണ്, ഭയങ്കര ബീറ്റ ആക്റ്റീവാണ്. അത് ബീറ്റ ഡി കെ നടത്തും. ബീറ്റ ഡി കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം, ഭയങ്കര സിമ്പിളാണത്. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുക കേട്ടോ. ഇലക്ട്രോൺസിനെയോ അല്ലെങ്കിൽ പോസിട്രോൺസിനെയോ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ബീറ്റ ഡി കെ എന്ന് പറഞ്ഞാൽ. ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്താൽ നെഗറ്റീവ് ബീറ്റ ഡി കെ, പോസിട്രോൺസിനെ എമിറ്റ് ചെയ്താൽ പോസിറ്റീവ് ബീറ്റ ഡി കെ. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞ യുറാനിയം 92-239 ബീറ്റ ഡി കെ നടത്തി കഴിഞ്ഞാൽ അയാളെന്താവും, നമ്മുടെ നെപ്റ്റ്യൂണിയം 93-239 പ്ലസ് ബീറ്റ മൈനസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ വരും അല്ലേ. നെപ്റ്റ്യൂണിയം 93-239 പ്ലസ് ഒരു ബീറ്റ മൈനസും വരും അല്ലേ. ഈ പറഞ്ഞ നെപ്റ്റ്യൂണിയം വീണ്ടും എന്താണ്, ബീറ്റ ആക്റ്റീവാണ് അല്ലേ. നെപ്റ്റ്യൂണിയം 93-239 എന്ന് പറയുന്ന ആളെന്താണ്, വീണ്ടും ബീറ്റ ആക്റ്റീവാണ്. അയാളും എന്ത് ചെയ്യും, വീണ്ടും ഒരു ബീറ്റ ഡി കെ നടത്തും. അപ്പോൾ നമുക്ക് പ്ലൂട്ടോണിയം കിട്ടും. പ്ലൂട്ടോണിയത്തിൻ്റെ എത്രയാണ്, 94 ആണ്, 239 ആണ്, പ്ലസ് ബീറ്റ മൈനസ് ഉണ്ടാവും അല്ലേ. ഇവിടെ എന്താ ഉണ്ടാവുക, പ്ലൂട്ടോണിയം ഉണ്ടാവും. ഈ ഒരു പ്രോസസ്സിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് എന്ത്, പ്ലൂട്ടോണിയം എന്ന് പറയുന്നത് അല്ലേ. ഈ പ്ലൂട്ടോണിയം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിസൈൽ മെറ്റീരിയലാണ് അല്ലേ. അത് നാച്ചുറലായിട്ട് ഉണ്ടാവില്ല. നാച്ചുറലായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ കിട്ടില്ല അല്ലേ. ഈ യുറാനിയത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാച്ചുറലായിട്ട് കിട്ടും. അതേസമയം പ്ലൂട്ടോണിയത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. ഇനി അതൊരു ഫിസൈൽ മെറ്റീരിയലാണ്. ഫിസൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിഷൻ നടത്താൻ പറ്റും അല്ലേ. ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫിഷൻ പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലൂട്ടോണിയത്തിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പ്രോസസ്സിലുണ്ടായൊരു ബൈ പ്രോഡക്റ്റാണ് എന്ത്, നമ്മുടെ പ്ലൂട്ടോണിയം 94-239 എന്ന് പറയുന്ന സാധനം. അതെന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു റിയാക്ഷനിലൂടെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിങ്ങനെ ഈ പറഞ്ഞ കൺട്രോൾ റോഡ്സിൻ്റെ ഒക്കെ സൈഡിൽ എന്ത് ചെയ്യും, അടിഞ്ഞുകൂടും അല്ലേ. അവിടെ നമുക്ക് ഈ ഫ്യൂവൽ റോഡ്സിൻ്റെ സൈഡിൽ എന്ത് ചെയ്യും, ഇത് അടിഞ്ഞുകൂടും. അതിന് നമുക്ക് കെമിക്കൽ പ്രോസസ്സിങ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. ഇനി
അപ്പോൾ ഈ ഇത്തരത്തിൽ ഇതൊരു ഫ്യൂവലാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ഒരു ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് റിയാക്ഷൻ നടത്തി അതിനകത്ത് നിന്ന് മറ്റൊരു ഫ്യൂവൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അല്ലാതെ നമുക്ക് എങ്ങനെ പറയാം, നമ്മൾ സ്പെൻഡ് ചെയ്ത ഫ്യൂവലിനേക്കാൾ നമുക്ക് ഫ്യൂവൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന റിയാക്ടറിനെയാണ് നമ്മൾ ബ്രീഡർ റിയാക്ടർ എന്ന് പറയാം. റിയാക്ടർ പ്രൊഡ്യൂസിങ് മോർ ഫ്യൂവൽ പ്ലൂട്ടോണിയം 239 ഫ്രം U-238 ദാൻ ഇറ്റ് കൺസ്യൂംസ്. അത് കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ടറിനെയാണ് നമ്മൾ ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ബ്രീഡർ റിയാക്ടറിനകത്ത് ഇതുപോലെ തോറിയം വെച്ചിട്ടുള്ള ബ്രീഡർ റിയാക്ടേഴ്സും ഒക്കെ ഉണ്ട് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതാണ് ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്, ന്യൂക്ലിയർ ബോംബ് കേട്ടോ. ന്യൂക്ലിയർ ബോംബ് എന്ന് പറയും അല്ലേ. ന്യൂക്ലിയർ ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണ്, യുറാനിയം 235 യൂസ് ചെയ്തിട്ടുള്ളൊരു ഉപകരണം എന്നൊന്നും പറഞ്ഞുകൂടാ, ഒരു എക്സ്പ്ലോസീവ് ആണ് എന്ത് ന്യൂക്ലിയർ ബോംബ് എന്ന് പറഞ്ഞാൽ അല്ലേ. ആറ്റം ബോംബ് എന്ന് പറയും. U-235 ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് അല്ലേ. പിന്നെ U-235 അല്ലാതെ വേറെയും എന്താ പറയുക, ഈ പറഞ്ഞ റിയാക്ഷൻസ് നടത്തുന്ന U-233 ഉണ്ട്. അതുപോലെ നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്ത പ്ലൂട്ടോണിയം 239 ഒക്കെ അതിനകത്തുണ്ട് അല്ലേ. പ്ലൂട്ടോണിയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഭയങ്കര ഫിസൈലാണെങ്കിലും അത് എർത്തിനകത്ത് അങ്ങനെ കിട്ടില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ മീൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് നമുക്ക് പ്ലൂട്ടോണിയം 239 നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു മാറ്ററാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നമ്മൾ പറഞ്ഞു K<1 ആണിച്ചാൽ ആ റിയാക്ഷൻ പതുക്കെ അവിടെ സ്ലോ ഡൗൺ ചെയ്ത് നിൽക്കും അല്ലേ, റിയാക്ഷൻ സ്റ്റോപ്സ്. അതേസമയം K=1 ആണിച്ചാൽ അതിന് നമ്മൾ എന്ത് പറയും, ക്രിട്ടിക്കൽ എന്ന് പറയും. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കൺട്രോൾഡ് ആണ് അല്ലേ, കൺട്രോൾഡ് ആണ്. ഇതെന്താണ്, സബ് ക്രിട്ടിക്കലാണ്. അതേസമയം K>1 എന്ന് പറഞ്ഞാൽ എന്താണ്, സൂപ്പർ ക്രിട്ടിക്കലാണ്. ഇതെന്താണ്, അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷനാണ് അല്ലേ. അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷനായിട്ട് അത് പോകും അല്ലേ. അപ്പോൾ ഇതാണ് എന്താണ് നമ്മുടെ എന്ത് ഫാക്ടറായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ K<1 ആണെച്ചാൽ റിയാക്ഷൻ അവിടെ നിൽക്കും. K=1 ആണെച്ചാൽ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺട്രോൾഡ് ആയിട്ട് അങ്ങനെ പോകും. അതേസമയം K>1 ആണെങ്കിലുള്ള കണ്ടീഷനാണ് ആറ്റം ബോംബ് എന്ന് പറയുന്നത് അല്ലേ. അതിനകത്ത് എന്താണ്, റിയാക്ഷൻ അൺകൺട്രോൾഡ് ആയിട്ട് പോകും അല്ലേ. അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ റിയാക്ഷൻ പ്രോസസ്സിൽ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ന്യൂട്രോൺസ് ഫർദർ ഫിഷനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ എനർജി ഭയങ്കര റാപ്പിഡായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ത്, ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇത് നമ്മളെവിടെ ഉപയോഗിക്കുന്ന, ഇതിപ്പോൾ നമ്മൾക്ക് എവിടെയാണ്, എവിടെയെങ്കിലും ന്യൂക്ലിയർ ലീക്ക് വന്നാൽ ഉപയോഗിക്കുന്ന ഒരു കേസാണ് K<1. അവിടെ റിയാക്ഷൻ നിർത്തണമല്ലോ. അതേസമയം ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നതാണെന്ത്, ഈ പറഞ്ഞ K=1 എന്നുള്ള കണ്ടീഷൻ. K>1 ആയി കഴിഞ്ഞാൽ എന്താണ്, K>1 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആറ്റം ബോംബിൻ്റെ കണ്ടീഷനാണ്. അത് വെച്ചിട്ടാണ് ഈ ആറ്റം ബോംബ് പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ന്യൂട്രോൺ ക്യാപ്ചർ നടക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ. ഇനി ഈ ഒരു ഫിഷൻ ബോംബിനകത്ത് സാധാരണയായിട്ടുള്ള എന്താണ്, U-235 രണ്ട് സെപ്പറേറ്റ് പീസസ് ഉണ്ടാവും. U-235 രണ്ട് ചെറിയ പീസ് ഉണ്ടാവും. തന്നെയല്ല ഈ ഒരു ഫ്യൂവലിൻ്റെ സൈസ് എന്തായിരിക്കണം, സ്ഫെരിക്കലായിരിക്കണം. അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫെരിക്കലാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് എന്ത്, ന്യൂട്രോൺസിൻ്റെ ലോസൊക്കെ പരമാവധി കുറയ്ക്കാൻ പറ്റുക. അതുകൊണ്ട് ആ ഒരു ഷേപ്പിലായിരിക്കും. അത്തരത്തിലുള്ള U-235 രണ്ട് ചെറിയ മാസസ് എന്ത് ചെയ്യും, അവിടെ ഉപയോഗിക്കും. അതിന് ലെസ് ക്രിട്ടിക്കൽ മാസ് ഉണ്ടാവുക കേട്ടോ. ഈ രണ്ടു പേർക്കും ലെസ് ക്രിട്ടിക്കൽ മാസ് ഉണ്ടാവുക. അതേസമയം കമ്പൈൻഡ് ആയിട്ട് എന്തായിരിക്കും, അവർക്ക് മോർ ദാൻ ക്രിട്ടിക്കൽ മാസ് ഉണ്ടാവും. ക്രിട്ടിക്കൽ മാസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ന്യൂട്രോൺസിൻ്റെ എണ്ണം കൺട്രോൾഡ് ആവുക, അൺകൺട്രോൾഡ് ആവുക. അപ്പോൾ മോർ ദാൻ ക്രിട്ടിക്കൽ മാസ് ആയി കഴിഞ്ഞാൽ അവിടെ ന്യൂട്രോൺസിൻ്റെ എണ്ണം അങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. ഇനി ഇത്തരത്തിൽ ഒരു ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഷൻ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ U-235 രണ്ട് പീസിനെ നമ്മൾ എന്ത് ചെയ്യും, സഡൻ ആയിട്ട് അവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇടിക്കേണ്ടി വരും അല്ലേ. അത്തരത്തിലുള്ള സൂപ്പർ ക്രിട്ടിക്കലായിട്ടുള്ള മാസ് ഉണ്ടാവണമെങ്കിൽ സബ് ക്രിട്ടിക്കലായിട്ടുള്ള പാർട്ടിക്കിൾസിനെ വളരെ സഡനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കൊളൈഡ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും അല്ലേ. ഇനി ഇത് കൂടാതെ കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഷൻ ബോംബ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്, സബ് ക്രിട്ടിക്കൽ മാസ് കുറവായിട്ടുള്ള പ്ലൂട്ടോണിയം 239 ഉപയോഗിച്ചിട്ടുള്ള ഈ ഫിഷൻ ബോംബ്സും ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. ഇത് നമ്മുടെ എന്താ പറയുക, ന്യൂക്ലിയർ ഫിഷൻ ബോംബിൻ്റെ ഒരു പ്രവർത്തനമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു കൺസെപ്റ്റാണ് ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഹൈഡ്രജൻ ബോംബ്.
ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഫ്യൂഷൻ നടക്കണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ വേണം എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ കോറിലൊക്കെ ഉള്ള ടെമ്പറേച്ചർ കിട്ടണം. അതുപോലെ ആ ഒരു കണ്ടീഷനിൽ മാത്രമേ, അല്ലെങ്കിൽ പ്ലാസ്മ കണ്ടീഷനിൽ മാത്രമേ ഫ്രീക്വൻറ്റ് കൊളീഷൻസും അതുപോലെ ഹൈ കൈനറ്റിക് എനർജിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത്തരം ഒരു റിയാക്ടർ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് അത്രയും എനർജി എവിടുന്നാണ് കിട്ടുക ആലോചിച്ച് നോക്കിയാൽ എന്തെങ്കിലും കത്തിച്ചാലോ ഇതാക്കിയാലോ ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫിഷൻ നടത്തണം. ആദ്യം ഫിഷൻ നടത്തിയിട്ട് അതിൽ നിന്നുള്ള ഹൈ എനർജി ആൻഡ് ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്യൂഷൻ നടത്തണം അല്ലേ. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് അല്ലേ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അവിടെ സംഭവിക്കുന്നത് ഡ്യൂട്ടീരിയവും ട്രിഷ്യവും ഫ്യൂസ് ചെയ്തിട്ട് ഹീലിയം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞ ഹൈഡ്രജൻ ബോംബിനകത്ത് നടക്കുന്നത്. ആ ഡ്യൂട്ടീരിയവും അതുപോലെ ട്രിഷ്യവും ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഫ്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഫിഷൻ ആദ്യം നടത്തുന്നു. ഫിഷൻ ബോംബ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആദ്യം നടത്തുന്നു. അതുകൊണ്ട് ഇതിൻ്റെ 2 സ്റ്റേജ് ഉണ്ട്, ഒന്ന് പ്രൈമറി ഒന്ന് സെക്കൻഡറി. പ്രൈമറി സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഫിഷൻ നടത്തും അല്ലേ. ഒരു ഫിഷൻ നടത്തിയിട്ട് ആ ഒരു ബോംബിൻ്റെ ആഘാതത്തിൽ എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ അടുത്ത് ബോംബ് എവിടെ വെച്ചിട്ടാണ് പൊട്ടിക്കുക? ഈ പറഞ്ഞ ട്രിഷ്യവും അതുപോലെ ഡ്യൂട്ടീരിയവും ഉള്ള ഒരു ചേമ്പറിൻ്റെ അടുത്ത് വെച്ചിട്ട്. അങ്ങനെ അത് പൊട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിനകത്തുള്ള ഡ്യൂട്ടീരിയവും ട്രിഷ്യവും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഹീലിയമായി മാറുന്നു അല്ലേ. അതിനകത്ത് ഏകദേശം 17.6 MeV എനർജി റിലീസാവുന്നു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1H2 ഉണ്ട് പ്ലസ് 1H3 ഉണ്ട് അല്ലേ. ഇവർ രണ്ടുപേരും റിയാക്ട് ചെയ്തിട്ട് ഹീലിയം 2-4ഉം അതുപോലെ ഒരു ന്യൂട്രോണും ഉണ്ടാകുന്നു. ഈ ഒരു പ്രോസസ്സിൽ ഏകദേശം 17.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി റിലീസാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഹൈ ടെമ്പറേച്ചർ ഇവർക്ക് ഫ്യൂസ് ചെയ്യാനുള്ള ഹൈ ടെമ്പറേച്ചർ കിട്ടുന്നത് എന്ത് വഴിയാണ്? ഫിഷൻ റിയാക്ഷൻ വഴിയാണ് അല്ലേ. ഇനി ഈ പറഞ്ഞ പ്രൈമറി ആയിട്ടുള്ള ഫിഷൻ റിയാക്ഷൻ ഉണ്ടല്ലോ, ആദ്യം ഫിഷൻ നടന്നിട്ടുള്ള എക്സ്പ്ലോഷനകത്ത് ഒരുപാട് ന്യൂട്രോൺസ് റിലീസാകുന്നുണ്ട്. ആ ഹൈ എനർജി ന്യൂട്രോൺസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവരെ വെച്ചിട്ടുള്ള ചേമ്പറിൽ ഇടിക്കുന്നു അല്ലേ. ഇനി ഈ സെക്കൻഡറിൻ്റെ അകത്ത് നമ്മൾ സാധാരണയായിട്ട് വെക്കുന്നൊരു മെറ്റീരിയലാണ് ലിഥിയം. ലിഥിയം ഡ്യൂട്ടറൈഡ് അല്ലേ. ലിഥിയം ഡ്യൂട്ടറൈഡ്. ഓക്കെ, സെക്കൻഡറിക്കകത്ത് നമ്മൾ സാധാരണയായിട്ട് വെക്കുന്നൊരു സാധനമാണ് ലിഥിയം. പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഷൻ റിയാക്ഷൻ. സെക്കൻഡറിക്കകത്ത് എന്താ ഉണ്ടാവുക? ലിഥിയം ഡ്യൂട്ടറൈഡ് ഉണ്ടാവും. ഇതിനകത്ത് ഡ്യൂട്ടീരിയം ഉണ്ടാവും. തന്നെയല്ല ഈ ലിഥിയം 36 എന്ന് പറഞ്ഞാൽ ലിഥിയം ഡ്യൂട്ടറൈഡ് നമ്മൾ നേരത്തെ ഫിഷനിൽ റിലീസ് ചെയ്ത ന്യൂട്രോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? അവിടെ ഹീലിയം 2-4ഉം അതിൻ്റെ കൂടെ എന്തുണ്ടാവും? ഒരു ട്രിഷ്യം ഉണ്ടാവും. അതുകൊണ്ട് ട്രിഷ്യം നമുക്ക് സെപ്പറേറ്റ് പുറത്തുനിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ലിഥിയം ഡ്യൂട്ടറൈഡിൽ എന്തൊരു ഡ്യൂട്ടീരിയം ഉണ്ട്, പിന്നെ അത് ഫിഷൻ കാരണമുള്ള ന്യൂട്രോണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹീലിയം 2-4ഉം അതുപോലെ ട്രിഷ്യവും ഉണ്ടാകുന്നു. ഈ ട്രിഷ്യവും നേരത്തെയുള്ള ഡ്യൂട്ടീരിയം കൂടെ കമ്പൈൻ ചെയ്ത് ഈ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നു. അവിടെയാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഹൈ എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണെന്ത്? ഈ പറഞ്ഞ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ തെർമോ ന്യൂക്ലിയർ ബോംബ് എന്നൊക്കെ പറയും കേട്ടോ. ഇനി ഇതിനകത്ത് ഒരു ചെറിയ പോയിൻ്റ് കൂടെ പറയാനുണ്ട്. ടെല്ലർ ഉല്ലം മോഡൽ അല്ലേ. ടെല്ലർ ഉല്ലം ഡിസൈൻ എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയർ വെപ്പൺ ഡിസൈൻ ഉണ്ട്. അതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഫിഷൻ, ഫ്യൂഷൻ, ഫിഷൻ. എന്താണ് ഫിഷൻ, ഫ്യൂഷൻ, ഫിഷൻ എന്ന് പറഞ്ഞാൽ ടെല്ലർ ഉല്ലം മോഡലിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഈ പറഞ്ഞ പ്രോസസ്സ് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കുറച്ച് നേരത്തേക്ക് കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള വെപ്പൺസിനെ കുറിച്ചാട്ടോ പറയുന്നത്. ഇൻസ്പയർഡ് ആവരുത് കേട്ടോ. സയൻസും ടെക്നോളജിയൊക്കെ നമ്മൾ നല്ല ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതേസമയം നമ്മളൊരു സെക്യൂരിറ്റിക്ക് അതുപോലെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അത് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ പൊട്ടിക്കരുത് കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഈ ടെല്ലർ ഉല്ലം മോഡൽ പ്രകാരം എങ്ങനെയാണ് ഇതിനകത്ത് അബണ്ടൻ്റ് ഫിഷൻ കാരണം എന്താണ് ഫ്യൂഷൻ നടക്കും. അങ്ങനെ ഫ്യൂഷൻ നടന്നിട്ട് ആ ഫ്യൂഷൻ വീണ്ടും എന്ത് ചെയ്യും? ഫിഷനെ ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഫിഷൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് വീണ്ടും ഫ്യൂഷൻ നടന്നിട്ട് അങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നൊരു പരിപാടിയാണെന്ത്? ടെല്ലർ ഉല്ലം മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രൈമറിയിൽ റിലീസ് ചെയ്യുന്ന എനർജി സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ അവിടെ ഈ പറഞ്ഞ സണ്ണിൻ്റെ സെൻറ്ററിലൊക്കെ ഉള്ള കണ്ടീഷൻ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ അവിടെ
ഫ്യൂഷൻ നടക്കുന്നു, അത് ബോംബ് പൊട്ടുന്നു, പിന്നീട് ആ ഫ്യൂഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, വീണ്ടും ഫിഷൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകുന്ന മോഡലാണ് ഈ പറഞ്ഞ ഇതെന്ന് പറയുന്നത്. ഇതിനകത്ത് ഫിഷനിലൊക്കെ റിലീസ് ചെയ്യുന്നതിനേക്കാളും ഏകദേശം 1000 മടങ്ങ് എനർജി അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്, ഫ്യൂഷനിൽ റിലീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് റിയാക്ഷനാണ് ഡേഞ്ചറസ് എന്ന് ചോദിച്ചാൽ ഫ്യൂഷൻ തന്നെയാണ് കേട്ടോ. കാരണം സണ്ണിൻ്റെ സെൻറ്ററിലുള്ള ഒരു ടെമ്പറേച്ചറൊക്കെ കിട്ടുക. ഇപ്പോൾ ന്യൂക്ലിയർ ബോംബ് എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ അറിയാം അല്ലേ, 2 ബോംബ് പൊട്ടിയതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഹിരോഷിമ, നാഗസാക്കിയൊക്കെ ഇപ്പോഴും, അതുപോലെ അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോഴും വൈകല്യം ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അതിൻ്റെയൊക്കെ കാരണം എന്താണ്, ഈ റേഡിയോ ആക്റ്റീവ് റേസ് വന്നിട്ട് ഇൻസിഡൻറ്റ് ചെയ്തിട്ട് അവരുടെ ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ ഉള്ള കാരണങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. അപ്പം ഫ്യൂഷനാണ് ഡേഞ്ചറസ് ഫിഷനേക്കാളും. ഫിഷൻ ഓഫ് കോഴ്സ് ഡേഞ്ചറസ് ആണ്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും എനർജിയും ഇതും ഉണ്ടാകും. നിങ്ങൾ ഓപ്പൻഹൈമർ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ പിന്നെ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ ഓപ്പൻഹൈമർ എന്ന് പറയുന്ന ഫിലിമിലൊക്കെ വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആണ് ഫിഷൻ തന്നെ. അതിലേറെ 1000 മടങ്ങൊക്കെ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ, ഹൈഡ്രജൻ ബോംബ്, അതുപോലെ ന്യൂക്ലിയർ ആറ്റോമിക് ബോംബ് എന്ന് പറയുന്നത് കേട്ടോ. മറ്റൊരു ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.